ഹബീബ്സ് വെൽക്കം ബാക്ക്. മെമ്മറി ലെറ്ററിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു എപ്പിസോഡിൽ ശരിയായാൽ നന്നായിരുന്നു. ഓക്കെ, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. നമ്മുടെ സോങ് തന്നെയാണല്ലോ ക്യോവും. സോങ്ങിനെ മിററിൽ കണ്ടതിന് ശേഷം പാരലൽ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ ഒരു കഫേയിലിരുന്ന് നമ്മുടെ അക്സോൺ നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്താണല്ലോ ക്യോ ആദ്യമായിട്ട് വന്ന് സംസാരിച്ചത്. അക്സോൺ അങ്ങനെ ടാബി നോക്കിയിരിക്കുന്നത് കുറച്ചപ്പുറം മാറിയിരുന്ന് നമ്മുടെ ക്യോ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആള് വന്ന് നമ്മുടെ അക്സോണിൻ്റെ അടുത്ത് സംസാരിച്ചത്. അതിനുശേഷം അക്സോണിനെ ആരോ ഫോളോ ചെയ്യുന്ന കണക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഹൂഡിയൊക്കെ ഇട്ടിട്ട്. അതും ക്യോ തന്നെയാണ്. ഓൺലൈനിൽ ആ റൈറ്ററെ കുറിച്ച് അറിയുമോയെന്ന് ചോദിച്ച് കമൻ്റ് ഇട്ട സമയത്ത് അവന് റിപ്ലൈ കൊടുത്തതും ക്യോ തന്നെയായിരുന്നു. അതുമാത്രമല്ല, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന സമയത്ത് നമ്മളവിടെ സോങ്ങിനെ കണ്ടാലോ തോന്നിയായിരുന്നല്ലോ, അതും ക്യോ ആയിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആ മിററിൽ സോങ്ങിനെ കണ്ടതിന് ശേഷം അക്സോണിൻ്റെ കൂടെ അല്ലെങ്കിൽ അവൻ്റെ അടുത്തായിട്ട് എപ്പോഴും ക്യോ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യമൊക്കെ ക്യോ നമ്മുടെ അക്സോണിൻ്റെ അടുത്ത് പറയാണ്. ക്യോ എന്ന് വിളിക്കണോ സോങ് എന്ന് വിളിക്കണോ എന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അപ്പം നമ്മുടെ അക്സോണിൻ്റെ കാര്യം പറയാനില്ലല്ലോ. ക്യോ എന്ന് വിളിച്ച് അക്സോൺ സംസാരിക്കുമ്പം നീ സാധാരണയായിട്ട് വിളിക്കുന്ന പോലെ വിളിച്ചാൽ മതിയെന്ന് ക്യോ പറയുന്നതിന്, എങ്ങനെ ആ മിററിൽ ഉണ്ടായിരുന്ന സമയത്താണോ അതോ നീ എന്നെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണോ എന്ന് അക്സോൺ. നിന്നെ സ്റ്റോക്ക് ചെയ്തൊന്നല്ല, ഞാൻ ജസ്റ്റ് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതാണെന്നാണ് സോങ് അഥവാ നമ്മുടെ ക്യോ പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും നമ്മുടെ ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ മാറ്റുന്നത്, പക്ഷെ അത് വലിയൊരു കാര്യം തന്നെ ഫ്യൂച്ചറിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രസൻറ്റിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയൊരു കാര്യമായിരിക്കും മാറ്റുന്നത്, പക്ഷെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. എത്രയോ കാലമായിട്ട് ക്യോ അഥവാ നമ്മുടെ സോങ് അക്സോണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. രണ്ടുപേരും കൂടെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കഫേയിലേക്ക് പോകുന്നുണ്ട്. ക്യോ നമ്മുടെ അക്സോണിൻ്റെ അടുത്ത് ഫസ്റ്റ് ടൈം വന്ന് സംസാരിച്ച ഒരു കഫേയിലേക്ക്. ഒരുപാട് കാലമായിട്ട് അക്സോണിൻ്റെ കൂടെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണെന്ന് ക്യോ പറയുന്നുണ്ട്. നമ്മളിതിന് മുന്നേ ഇവിടുന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് അക്സോൺ പറയുന്നതിന്, അത് ക്യോ ആയിട്ടല്ലേ, സോങ് ആയിട്ടല്ലല്ലോ, അത് രണ്ടും വ്യത്യാസം ഉണ്ടെന്നാണ് സോങ് പറയുന്നത്. അഥവാ നമ്മുടെ ക്യോ പറയുന്നത്. അത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്സോൺ നിൽക്കുന്നത്. നമ്മുടെ സോങ് പണ്ട് അക്സോണിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ഡയറി, അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര കൗതുകത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ചക്ക വായിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ സോങ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെനിക്ക് തരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ എഴുതിയത് എന്ന് ചുമ്മാ ചോദിക്കുന്നതാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ക്യോ ആണെങ്കിൽ അക്സോണിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മൂവി കാണുന്നുണ്ട്. അത് കാണുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ രണ്ടുപേരും കൈ പിടിച്ചിട്ടാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ക്യോ ആണെങ്കിൽ അക്സോണെ നോക്കി ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പാൻ കേക്ക് അവർ ക്രിസ്മസിന് ഉണ്ടാക്കിയായിരുന്നല്ലോ, നമ്മുടെ അക്സോൺ ഉണ്ടാക്കിയിട്ട് സോങ്ങിന് കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം അത് ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട്. കളിച്ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാൻ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം രണ്ടുപേരും കൂടെ കഴിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് സോങ് ആണെങ്കിൽ അത് നോക്കി ഇരിക്കുകയാണ്. അക്സോൺ കഴിക്കാൻ പറയുമ്പോഴാണ് കഴിക്കുന്നത്. കഴിച്ചോണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുവാണ്. എന്ത് പറ്റി, എന്തിനാ കരയുന്നേന്ന് അക്സോൺ ചോദിക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞാണ് ക്യോ നിൽക്കുന്നത്. അക്സോണിനെ സംബന്ധിച്ച് സോങ് എപ്പോഴും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ക്യോനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. 27 വർഷം കഴിഞ്ഞിട്ടാണ് അക്സോണെ കാണുന്നത്. അതിൻ്റേതായൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. അക്സോൺ സോങ്ങിന് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിലേറ്റഡ് ക്രിസ്മസ് എന്ന് വിഷ് ചെയ്യാണ്. ലേറ്റ് ഒന്നും ആയിട്ടില്ല, ഇന്നാണ് നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ക്യോ അഥവാ നമ്മുടെ സോങ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്കിന്ന് ക്രിസ്മസ് ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് പോയിട്ട് വരികയാണ്. ആഗ്രഹിച്ചോളെ തന്നെ ഡോക്ടർ ആയില്ലേ എന്ന് അക്സോൺ ചോദിക്കുന്നുണ്ട്. അതെ ആയി, പക്ഷെ എൻ്റെ ലോകത്തുനിന്ന് കുറച്ചത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. സോങ്ങിൻ്റെ ലോകത്ത് ഈ ഡോക്ടറിന് ഇത്രത്തോളം വർക്ക് ലോഡൊന്നുമില്ല. അതുമാത്രമല്ല, ഈ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈമും കിട്ടും. തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോന്ന് അക്സോൺ. എനിക്ക് തോന്നുന്നില്ല, നീ ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചാണ് നമ്മുടെ ചക്ക നിൽക്കുന്നത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോയേനെന്ന് പറഞ്ഞാണ് അക്സോൺ. അക്സോന്റെ ഫേസിലേക്ക് കൈവച്ച്, നീ ഉള്ളപ്പം ഞാൻ എന്തിനാ വേറെ എങ്ങോട്ടേലും പോകുന്നത്, അവിടെ നീ ഉണ്ടാവില്ലല്ലോ, ഇനിയിപ്പം നീയും കൂടെ വരുവാണെങ്കിൽ നമുക്ക് രണ്ടിനും കൂടെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. അതെങ്ങനെയാ പോവാനുള്ള വഴിയൊക്കെ അറിയാവോ എന്ന് അക്സോൺ ചോദിക്കുമ്പം, അതിനൊരു 1000 വർഷം കൂടി അങ്ങ് വെയിറ്റ് ചെയ്യണം. 1000 വർഷമോ? അപ്പോഴേക്കും നമ്മൾ ഫോസിൽസ് ആയിട്ടുണ്ടാവും.
അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ചായിരിക്കുമല്ലോ, അത് മതി എന്ന് പറഞ്ഞ് സോങ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അക്സോൺ വർക്ക് ചെയ്യുന്ന ആ ഒരു ബുക്ക് സ്റ്റോളിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് ആ കടേൻ്റെ ഓണർ വരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ആൾ വരുമ്പം ഒന്നുമില്ലെന്നും പറഞ്ഞ് നമ്മുടെ അക്സോൺ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഓണർ ചോദിക്കുമ്പം ഒരു കാര്യം ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ചെക്കൻ അതൊന്നും പറഞ്ഞുവിടാന്നുള്ള രീതിക്ക് നമ്മുടെ അക്സോൺ ആണെങ്കിൽ ആകെപ്പടെ ഷോക്കായി നിൽക്കുവാണ്. നീ എന്താ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം സത്യമാണെന്ന് നമ്മുടെ ചെക്കൻ. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ രണ്ടുപേരും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെമ്മറി ഓഫ് ലവ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ബുക്കൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്റ്റോറി റൈറ്റ് ചെയ്യാന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഒരു മറ്റേ നമ്മുടെ സോങ് ആ ലോകത്തുനിന്ന് വന്നതിന് ശേഷമുള്ള സ്റ്റോറി എഴുതിയിട്ടില്ലല്ലോ, അത് അങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് അല്ല നമ്മളിതിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അക്സോൺ ചോദിക്കുകയാണ്. നമ്മൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ആഹാ, നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ എന്നും പറഞ്ഞ് സോങ് കൂട്ടിയിട്ട് പോകുന്നതാണെങ്കിൽ അക്സോണിൻ്റെ വീട്ടിലേക്ക്. പാവം നമ്മുടെ അക്സോണാണെങ്കിൽ ആകെപ്പടെ ഷോക്കായിട്ട് നിൽക്കുവാണ്. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ഇവിടെയായിരുന്നു താമസിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ സോങ്. രണ്ട് ലോകത്ത് ചേർന്നാൽ നമുക്കിങ്ങനെ ഒരുമിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭൂമി ഉരുണ്ടതല്ലേ, ഇതൊക്കെ സ്വാഭാവികം പറഞ്ഞാണ് നമ്മുടെ സോങ് നിൽക്കുന്നത്. അക്സോൺ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെയാണ് അകത്തേക്ക് കയറി പോവാൻ നിൽക്കുന്നത്. ഇവര് രണ്ടും കൂടെ മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ അക്സോന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് ഇരുന്നുണ്ട്. എടാ നിനക്ക് നേരത്തെ പറഞ്ഞിട്ട് ഒന്നുകൂടെ, നോക്കിയ വീട് മൊത്തം കുളമായിട്ട് കിടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അക്സോണെ കാണുന്നത്. ഇവനെ സോങ്ങിന്റെ കൂടെ കണ്ടിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ആകെപ്പാടെ ഒരു ചമ്മലില് ഹലോ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അക്സോൺ അല്ല നിങ്ങളെങ്ങനെ ഇങ്ങനെ ഒരുമിച്ച് വന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ഞാനും നിന്റെ മോനും തമ്മിൽ റിലേഷനിലാണെന്ന് പറഞ്ഞാണ് നമ്മുടെ സോങ് കേൾക്കുന്നത്. അച്ഛനിങ്ങനെ അന്തം വിട്ട് എന്തോന്ന് ചോദിക്കുമ്പം പിന്നെ അതേപോലെ തന്നെ പറയാണ് ഞാൻ നിന്റെ മോനും റിലേഷനിലാണെന്ന്. പാവം നമ്മുടെ അക്സോൺ ആണെങ്കിൽ ആകെപ്പാടെ അട്ട ഷോക്കിൽ നിൽക്കുകയാണ്. ആകെപ്പാടെ കിളി പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. അക്സോണിനെ നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ട് കൊടുത്തത്, കൈക്കുഞ്ഞായിരിക്കുന്ന അവനെ കൊണ്ട് കൊടുത്തത് തന്നെ സോങ്ങാണ്. എന്നിട്ട് ആ ആള് വന്നിട്ട് ഞങ്ങൾ റിലേഷനിലാണെന്ന് പറയുമ്പോഴുള്ളൊരവസ്ഥ. ഞാനാണെങ്കിൽ ഈ സീൻ കണ്ടിട്ട് ചിരിച്ചു ഊപ്പാടളവി. അയ്യോ അതും പരിസരം പറഞ്ഞ ഒറ്റ ചിരിയായിരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. നമ്മുടെ സോങ്ങിനെയും കൂട്ടിയിട്ട് അച്ഛനകത്തേക്ക് വന്നാൽ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അടുത്ത സീനില് ഇവര് റൂമിലേക്ക് വരാണ് നമ്മുടെ അക്സോണും സോങ്ങും കൂടെ. അല്ല എന്ത് ധൈര്യത്തിലാ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞത്? അതിനിപ്പം എന്താ കുഴപ്പം, അവനാകുമ്പോൾ റാഷണലായിട്ട് അങ്ങ് ചിന്തിക്കല്ലോ. പിന്നെ ഏതച്ഛനാ സ്വന്തം മോന് നല്ലൊരു ലവ് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്തത്? നല്ല ലവ് ആണെന്ന് ആര് പറഞ്ഞു? അത് നീ വേണം പ്രൂവ് ചെയ്യാൻ. ശരി ഓക്കെ, കാത്തിരുന്ന് കാണാം. ശരി ഇന്ന് മുതലേ തന്നെ കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞ് ആണെങ്കിൽ നേരെ നമ്മുടെ അക്സോണിന്റെ കട്ടിലേക്ക് കയറി കിടക്കുവാണ്. എന്തോ ചെയ്യുന്ന മര്യാദ എണീറ്റ് വീട്ടിൽ പോവാൻ നോക്കുന്ന് അക്സോൺ. നാളെ എനിക്ക് പണിയുണ്ട്, നല്ല ടയേർഡാണ്, ഞാൻ ഇന്നിവിടെ കിടന്നിട്ട് നാളെ എണീറ്റ് പൊക്കോളാന്ന്. ഇല്ല അത് പറ്റില്ല, എണീറ്റോ എന്ന് പറഞ്ഞ് അക്സോൺ. ഇല്ല ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നോണ്ട് ഒരു ദിവസമല്ലേ ഞാനിവിടെ കടന്നു എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാന്നും പറഞ്ഞ് ഒരു വിധത്തിലും ക്യോർന്ന് എണീറ്റ് പോകുന്നേയില്ല. അക്സോൺ ആണെങ്കിൽ പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് പിടിച്ച ഒറ്റൊരു വലിയാണ്. രണ്ടുപേരും കൂടെ കട്ടിലേക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. പരസ്പരം കുറച്ചേരം നോക്കി നിന്നിട്ട് ഡു യു ലവ് മീ എന്ന് ചോദിക്കുമ്പം നമ്മുടെ ചെക്കനാണെങ്കിൽ കുറച്ചേരം അങ്ങനെ കുറച്ച് ചിരിച്ച് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനോടെ കട്ട് ചെയ്ത് നൈറ്റ് നിങ്ങൾ ശരിക്കും സ്റ്റബോൺ ആണെന്ന് പറഞ്ഞ് അക്സോൺ അക്സോൺ വായോ ഇവിടെ കിടക്കുന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന നമ്മുടെ അക്സോണിനെ കൂടെ കിടക്കാണ്ട് വിളിക്കുകയാണ്. അല്ല അക്സോൺ നിങ്ങളെന്താ ഈ ഒരു പില്ലോ മാത്രം വെച്ചിരിക്കുന്നത്? ഈ ഡ്രാമയിലൊക്കെ കാണുന്ന നടക്കുമെന്ന് ചോദിച്ച് വലിയ കട്ടിലും ഓരോ പില്ലോയും അതെന്നാന്ന് ചോദിച്ചാണ് നമ്മുടെ സോങ് നിൽക്കുന്നത്. അതുകൊള്ളാം, ഞാൻ സിംഗിളല്ലേ, എനിക്കെന്തിനാ 2 പില്ലോ എന്ന് ചോദിച്ചാണ് അക്സോൺ നിൽക്കുന്നത്. എന്നാ പിന്നെ ഇനി മുതലേ 2 പില്ലോ വേണമെന്ന് പറഞ്ഞ് അതിന് ജസ്റ്റ് ക്യൂട്ടായിട്ടൊന്ന് ചിരിക്കുക മാത്രമാണ് നമ്മുടെ ചെക്കൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നോവലിൻ്റെ കാര്യം എന്താ ചെയ്യുന്നതെന്ന്. നമ്മുടെ ഇനി മുതലുള്ള സ്റ്റോറി അങ്ങ് എഴുതണമെന്നും പറഞ്ഞ് അക്സോൺ. അപ്പം അത് റൊമാൻറ്റിക് സ്റ്റോറി ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ച് സോങ്. പിന്നില്ലാതെ മറ്റൊരു ലോകത്തുള്ള പയ്യൻ വേറൊരു പയ്യനെ കാണാൻ വേണ്ടിയിട്ട് ഈ ലോകത്തേക്ക് വന്നേക്കുന്നു. അപ്പം പിന്നെ അതെങ്ങനെ റൊമാൻറ്റിക് ആവാതിരിക്കുക? അത് ഇത്രയും കാലം വെയിറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മുടെ അക്സോൺ. ഇത് കുറച്ചും കൂടെ റൊമാൻറ്റിക് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് അക്സോൺ അപ്പാടെ എണീറ്റ് നേരെ ക്ലോസ് ആയിട്ട് വരികയാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ പുറകോട്ട് പോയിട്ട് ഭിത്തിയിൽ ഇടിച്ചവിടെ നിൽക്കുന്നുണ്ട്. പുറകോട്ട് പോകാൻ വേറെ സ്ഥലമില്ല. ആണെങ്കിൽ അത്രയും അടുത്ത് വന്നിട്ട് അത്
ആ ടെക്നിക്ക് വളരെ സിമ്പിൾ ആണെന്ന് അവന്റെ ചെവിന്റെ അടുത്ത് പോയിട്ട് പറയാണ്. അത്രയും നേരം കിസ് ചെയ്യുന്ന കണക്ക് നിന്നിട്ട് നീ എന്നെ വിശ്വസിക്കണമെന്നും പറഞ്ഞ് ആ ഒരു ഒറിജിനൽ സ്റ്റോറി ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കാണ്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചമ്മി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ചെക്കനെ ഒന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത്. യാക്സോന്റെ ചിരിയാണ് ഒരു പ്രത്യേക രസമാണ്, ഭയങ്കര ക്യൂട്ടായിട്ട്. എന്തോ ഒരു മാജിക്കൽ പവർ. നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ ആ ഒരു മ്യൂസിക് ഷോപ്പിലേക്ക് പോകുന്നതാണ്. അവിടുത്തെ അപ്പൂപ്പനാണല്ലോ നമ്മുടെ ചെക്കൻ്റെ അക്സോണിൻ്റെ കൈ പിടിച്ചിട്ട് നീ അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കുമ്പം അയാളുടെ കൈ വിടരുത് എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവരുടെ ആ ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അക്സോൺ എഴുതിയ മെമ്മറി ലെറ്റർ എന്ന നമ്മുടെ പയ്യന്മാരുടെ സ്റ്റോറി ഉള്ള ബുക്ക്. അപ്പൂപ്പനും ചിരിച്ചോണ്ട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ആ പേഴ്സണെ കണ്ടുപിടിച്ചല്ലേ, ആളെ സേഫായിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പയ്യന്മാരെ പരസ്പരം ഒന്ന് നോക്കിയിട്ട് ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സോങ്ങും നമ്മുടെ അക്സോണും കൂടെ അച്ഛന് ബുക്ക് കൊടുക്കാൻ പോകുന്നതാണ്. ബുക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് ദേഷ്യത്തില് അവിടെ നിന്ന് എണീറ്റുവാണ്. നമ്മുടെ ക്യോൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോവാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അകത്ത് പോയിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് വരാണ്. അതുവരെ കൊടുക്കാൻ നിന്ന അതേ ബുക്ക് തന്നെയാണ് മെമ്മറി ലെറ്റർ. ഈ സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റോറിയാണ്. ഇതിന്റെ ഓതറെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒരു ഓട്ടോഗ്രാഫ് തരുമെന്ന് ചോദിച്ചാണ് അച്ഛൻ നിൽക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അച്ഛനതിൽ ഓട്ടോഗ്രാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ അവൻ്റെ സിഗ്നേച്ചറാണ് അതിലിപ്പോൾ ഇട്ടത്. ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നതിന് താങ്ക് യു എന്ന് അച്ഛൻ പറയാണ്. അവൻ കുറച്ച് സാഡായിട്ട് നിൽക്കുവാണ്, ഭയങ്കരമായിട്ട് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്താടാ പറ്റിയത്, എന്തിനിങ്ങനെ കരയുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പം സോറിന്ന് നമ്മുടെ ചെക്കൻ. അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ സെക്കൻഡ് ബുക്ക് അത്യാവശ്യം ഫേമസ് ഒക്കെ ആയതുകൊണ്ട് ഒരു ഫാൻ മീറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അതിലൊരുപാട് പേര് വന്നിട്ട് എൻ്റെ സിഗ്നേച്ചറൊക്കെ മേടിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ അത് നോക്കിക്കൊണ്ട് നമ്മുടെ ക്യോ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് വരികയാണ്. നമ്മുടെ സെക്കൻഡ് ഹൂഡിയൊക്കെ ഇട്ട് ഒരു പേഴ്സൺ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് നമ്മുടെ ക്യോ ആണെന്നായിരുന്നു പറഞ്ഞത്. സോറി, അത് മാറിപ്പോയതാണ്. അത് ഈ ഒരു പേഴ്സൺ ആണ്. നമ്മുടെ സെക്കൻഡാണെങ്കിൽ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പം നിങ്ങളെ ഫോളോ ചെയ്തിരുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ആ പെണ്ണ് അവളുടെ ഹൂഡി മാറ്റുന്നുണ്ട്. അതൊരു സ്കൂൾ സ്റ്റുഡൻ്റ് എങ്ങാണ്ടാണ്. അവള് ഇവരുടെ ആ ഒരു നോവല് ഓൺലൈനിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ച ഒന്നാമത് ഫാനായിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ സെക്കൻ കോഫി ഷോപ്പിൽ പോയിട്ട് എൻ്റെ പേരാണ് അക്സോൺ എന്ന് പറഞ്ഞ് സംസാരിച്ചില്ലായിരുന്നല്ലോ. ആ സമയത്ത് അവർ ഈ ഒരു നോവലിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച ആ ഒരു കോഫി ഷോപ്പ് അവിടെ നിന്ന് ഈ പെണ്ണ് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ അക്സോൺ എന്നുള്ള ആളുണ്ടെങ്കിൽ അത് ശരിക്കുള്ള സ്റ്റോറി ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ നമ്മുടെ സെക്കനെ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു സംഭവിച്ചത്. പാവം കൊച്ച് ആ ഒരു നോവലിൻ്റെ എഫക്റ്റ് കാരണം ഫോളോ ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഞാൻ പോലീസിൻ്റെ അടുത്ത് കേസ് കൊടുക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്സോ നിൽക്കുന്നത്. ഇനി അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പ്രത്യേകിച്ച് ആ കൊച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇല്ലില്ല, ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ടേബിളിലേക്ക് തട്ടിയിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അക്സോൺ ഒറിജിനൽ ആയിട്ടുണ്ടെങ്കിൽ സോങ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോങ് ജമ ഉണ്ടോന്ന്. നമ്മുടെ സെക്കൻഡ് ക്യോനെ നോക്കിയിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇതാണെന്ന് ആളെ കാണിച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ലോകത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് ആ കൊച്ചിനാണെങ്കിലും ഭയങ്കര സന്തോഷം. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ പയ്യന്മാർ രണ്ടും കൂടെ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണ്. അക്സോണിൻ്റെ വലിയ ആഗ്രഹമാണല്ലോ ഒരു എഴുത്തുകാരനാവാന്നുള്ളത്. അതാണിപ്പോൾ നടന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അക്സോണെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റൈറ്ററെ സംബന്ധിച്ച് ഒരു ബുക്ക് മാത്രം നന്നായിട്ട് പോയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഒരുപാട് ബുക്സ് അങ്ങനെ വേണം, എന്നാലേ അവരുടെ ആ ഒരു റൈറ്റിംഗ് കരിയർ അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ള ആ ഒരു അവരുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കത്തുള്ളൂ. പക്ഷെ അതിൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ അക്സോൺ നിൽക്കുന്നത്. അക്സോൺ അവൻ്റെ ബുക്ക് ക്യോൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഞാനിത് വെക്കണമെന്ന് ചോദിച്ച് ക്യോ ഇതെൻ്റെ ബുക്കാണ്, നീ വായിക്കണം എന്ന് പറഞ്ഞ് അക്സോൺ. നീ ഇത് വായിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയാണ്. നിനക്കെന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് സോങ് അഥവാ ക്യോ കുറച്ചേരം മേലേക്ക് നോക്കിയിരുന്നിട്ട് എനിക്കിത് വായിക്കണ്ടെന്ന് പറയുവാണ്. അത് അവസാനിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് സോങ്. അതിന് നമ്മുടെ സ്റ്റോറി ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അക്സോ നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ പയ്യന്മാർ അവിടെ ഒരുമിച്ചിരിക്കുകയാണ്. അക്സോൺ സോങ്ങിൻ്റെ തോളിലേക്ക് ചാരുന്നുണ്ട്. ശരിക്കും അത് സോങ് ആയിട്ട് തന്നെയാണ് ആ ഒരു ടൈമിൽ നമ്മളെ കാണിക്കുന്നത്. ഒരിക്കലും അവരുടെ സ്റ്റോറി അവസാനിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സീരീസ് കഴിയുന്നത്. കുറച്ച് പേർക്കെങ്കിലും സോങ് തന്നെയാണ് ക്യോന്ന് അറിഞ്ഞപ്പം ഒരു കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ആരും എനിക്ക് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലവ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ജെൻഡർ, കളറ്, ഫേസ് അടക്കം ഒന്നും തന്നെ അതിന് ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ, ആ ഒരു പേഴ്സൺ, അത് മാത്രമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്.
ആളുടെ രൂപം എത്രയൊക്കെ മാറിയാലും ട്രൂ ലവ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. ഇതിലെനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകത്തുണ്ട്. ചിലപ്പോൾ എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എനിവേസ് നിങ്ങൾക്ക് ഈ ഒരു സീരീസിനെ കുറിച്ച് എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാൻ മറക്കരുത്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ലവ് ആയിരുന്നു.